Okay, so let us move to the next question, and the question is, if 1 0 of a quadratic polynomial f of x is equal to 4x square, okay, f of x is equal to 4x square minus 8kx minus 9. Okay, so this is the quadratic polynomial there. ഇതിനെ പറയുന്നത് ഒരു സീറോ മറ്റൊന്നിന്റെ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു ലെറ്റ് ആൽഫ ആൻഡ് മൈനസ് ആൽഫ ഒന്നിന്റെ നെഗറ്റീവ് ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ആൽഫ ആൻഡ് മൈനസ് ആൽഫ ആർ ദി സീറോസ് എന്ന് പറയുന്ന ഫോമിൽ എടുക്കുന്നു. ഓക്കെ, ആർ ദ സീറോസ് ഓഫ് ആരാണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, then I can write like this, that is sum of zeros എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ പറയാം, മൈനസ് ബി ബൈ എ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൽഫ മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു minus b, minus of minus 8k. Okay, so 8k divided by 8, that is 4. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 8k divided by 4, അതിനെ നമുക്ക് വേണമെങ്കിൽ 2k എന്ന് വിളിക്കാം, is equal to 0. അങ്ങനെ നോക്കുമ്പോൾ k യുടെ വാല്യൂ എന്താണ്, 0 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ k യുടെ വാല്യൂ എന്ത് കിട്ടി, 0 ആയിട്ട് കിട്ടി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, then find the zeros of kx square plus kx plus 2. ഇവിടെ വരെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം ഈ കെയുടെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോളിനോമിയൽ ഞാൻ സപ്പോസ് എന്താണ് നമ്മുടെ പി ഓഫ് എക്സ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, ലെറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ പ്ലസ് 3kx പ്ലസ് 2. അപ്പൊ ഈ കെയുടെ വാല്യൂ ഞാൻ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, 0x സ്ക്വയർ പ്ലസ് 0k പ്ലസ് 2, ദാറ്റ് ഈസ് 2 എന്ന് മാത്രം കിട്ടും. അപ്പോൾ അതിന്റെ സീറോസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ദെൻ ഫൈൻഡ് ദ സീറോസ് ഓഫ് kx സ്ക്വയർ പ്ലസ് 3kx പ്ലസ് 2. അപ്പോൾ അവിടെ വെച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാം. ദാറ്റ് ഈസ് ഇപ്പോൾ എന്താണ്, വളരെ സിമ്പിൾ ആയ ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷേ നമ്മൾ ഇതിന്റെ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു കുഞ്ഞു കോൺസെപ്റ്റ് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയാൽ അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ ഈ കാര്യം വരുമ്പോൾ ഡൗട്ട് വരും. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള എന്താണ്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചോദിക്കുന്നത് ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കാനാണ്. ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ സീറോസ് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒന്നുമില്ല, ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലിന് സീറോ ഇല്ല. അതാണ് അവിടെ എഴുതേണ്ടത്, അതാണ് നിങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടത്. ദാറ്റ് ഈസ് ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലിന് സീറോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന കുട്ടിക്കുണ്ടോ എന്നാണ് ആ ക്വസ്റ്റ്യൻ ഇടുന്ന ആള് എന്ത് ചെയ്യുന്നത്, അത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലിന് എന്തില്ല, സീറോസ് ഇല്ല. ഓക്കെ, എ കോൺസ്റ്റന്റ് പോളിനോമിയൽ do not have any zeros. Okay, so let us move to the next question. അപ്പോൾ ഇതൊരു മോഡലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മോഡലിൽ തന്നെ ഈ ഒരു ഡയമെൻഷൻസ് ഒക്കെ മാറ്റി നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കുക. അത്യാവശ്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ എക്സാമിന്റെ ഫൈനൽ സ്റ്റേജിലെത്തി. അപ്പോൾ ആ ഓരോ സ്റ്റേജസും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. Okay, a chord of a circle of radius 12 cm subtends an angle of 120 degree. Okay, അപ്പോൾ നമ്മുടെ അടുത്ത് എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, സോ സപ്പോസ് ദിസ് ഇസ് എ സർക്കിൾ. ആ സർക്കിളിൽ എന്തുണ്ട്, ഒരു കോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ കോഡ് ഞാനിപ്പോ ഇങ്ങനെ എഴുതിയാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഞാനൊരു പേര് കൊടുക്കുന്നു, എ ബി. ഓക്കെ, സർക്കിൾ ആകുമ്പോൾ ഒബ്വിയസ്ലി അതിന് എന്തുണ്ടാവും, ഒരു സെന്റർ ഉണ്ടാവും. അപ്പൊ ഈ സെന്ററിലേക്ക് ഈ പറയുന്ന കോഡ് അതിന്റെ രണ്ട് എൻഡ് പോയിന്റ്സും സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് തന്നിട്ടുള്ളത്, 120 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോ ഇതാ നോക്കുക, ഞാൻ ഇവിടെ റേഡിയസ് വരയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയാ, 120 ഡിഗ്രി. ഞാൻ ആ സെന്ററിനെ O എന്നാണ് വിളിക്കുന്നത്. ആൻഡ് നമുക്ക് തന്നിട്ടുള്ള റേഡിയസ് എത്രയാ, 12 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെയും 12 ആണ്, ഇവിടെയും 12 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നു, ഇവിടുത്തെ ആംഗിൾ 120 ഡിഗ്രി ആണ്. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ കറസ്പോണ്ടിങ് സെഗ്മെന്റ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു കറസ്പോണ്ടിങ് സെഗ്മെന്റ് കണ്ടുപിടിക്കാം. അതായത് ഉദ്ദേശിക്കുന്നത് എ ബി എന്ന് പറയുന്ന ആൾ. ഓക്കെ, എ ബി എന്ന് പറയുന്ന കോഡ് അത് വെച്ച് നമ്മളൊരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ രണ്ട് സെഗ്മെന്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ അവിടെ രണ്ട് സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ കറസ്പോണ്ടിങ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ആംഗിൾ എങ്ങോട്ടേക്കാ, എങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഈ സെക്ടറിന്റെ ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും, മൈനർ എന്ന് പറഞ്ഞിട്ട് എടുത്തു തരും. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കാല്ല, ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആംഗിൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അവർ കറസ്പോണ്ടിങ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സെഗ്മെന്റ് ഏരിയ ഓഫ് ദ സെഗ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏരിയ ഓഫ് ദ സെഗ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താണ്, വി ക്യാൻ യൂസ് വാട്ട്,
എന്ത് ഉപയോഗിക്കാം? ആ സെക്ടറിനെയും അതിന്റെ അകത്ത് വന്നിട്ടുള്ള ട്രയാങ്കിളിനെയുമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ സെക്ടർ നിങ്ങൾക്ക് കാണാം അല്ലെ, 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന രീതിയിൽ ഒരു സെക്ടർ ഉണ്ട്. അപ്പോ എനിക്ക് പറയാൻ പറ്റും ആ സെക്ടറിന്റെ അകത്താണ് എന്റെ സെഗ്മെന്റ് ഉള്ളത്. ഓക്കെ, ഏരിയ ഓഫ് സെക്ടർ. പക്ഷെ സെക്ടറിന്റെ ഫുൾ ഭാഗത്ത് സെഗ്മെന്റ് ഉണ്ടോ? ഇല്ല. ഈ ട്രയാങ്കിൾ നിൽക്കുന്ന അത്രയും ഭാഗത്ത് സെഗ്മെന്റ് ഇല്ല. സോ എനിക്ക് പറയാനായിട്ട് പറ്റും മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതിന്റെ പേരെന്താണ്? AOB. ഓക്കെ, സോ അപ്പോൾ ഏരിയ ഓഫ് സെഗ്മെന്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് AOB എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ? അപ്പൊ ഇവിടെ നോക്കുക, ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂ. അതായത് ഒരു സെക്ടറിന്റെ ഇക്വേഷൻ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. അപ്പൊ നോക്കുക, തീറ്റ ഇവിടെ ഉണ്ടോ? ഉണ്ട്. 120 ഡിവൈഡ് ബൈ 360 ഇൻറ്റു പൈ 22/7 or 3.14. റേഡിയസ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലില്ലാത്തത് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB. ഇത് നമ്മുടെ കയ്യിലില്ല. ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB നമ്മുടെ കയ്യിലില്ല. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? AOB എന്ന് പറയുന്ന ട്രയാങ്കിൾ ആൻഡ് ഇതിന്റെ വൺ ആംഗിൾ ഇസ് ഗിവൺ ആസ് 120 ഡിഗ്രി. 90 ഒക്കെ ആയിരുന്നു പെട്ടെന്ന് കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഇക്വലന്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കാം. ഇത് രണ്ടും അല്ലാത്ത പക്ഷം നമുക്ക് ബേസും ഒരു പെർപെൻഡിക്കുലർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാത്ത രീതിയിൽ വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ നോക്ക്, ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അതിനാദ്യം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാ ഈ ഒരു ട്രയാങ്കിളിനെ ദാ ഇങ്ങനെ ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അതിന് ഞാനൊരു പേര് കൊടുക്കുന്നു. എന്താണ്? ഞാനൊരു OD എന്നുള്ള രീതി കൊടുക്കാം. അപ്പോൾ ചെയ്യുക, അത് നമ്മൾ എടുത്തെഴുതണം. എന്താണ്? നമ്മൾ എക്സ്ട്രാ ചെയ്ത കൺസ്ട്രക്ഷൻ ആണ് അല്ലെ. കൺസ്ട്രക്ഷൻ എന്താണ് നമ്മൾ ചെയ്തത്? ജോയിൻ. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡ്രോ. ഓക്കെ, ഡ്രോ. എന്താണ് നമ്മൾ ഡ്രോ ചെയ്തത്? OP. ഓക്കെ, OP പെർപെൻഡിക്കുലർ ടു AB. ABക്ക് പെർപെൻഡിക്കുലർ ആയി OP എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ഞാൻ വരച്ചു. ഇനി OPക്ക് ഒരു പ്രത്യേകത ഉണ്ട്. OP എന്ന് പറയുന്നത് സെൻട്രൽ നിന്നും ഒരു കോഡിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അപ്പൊ OP എന്ന് പറയുന്നത് സെൻട്രൽ നിന്നും എന്തിലേക്ക് വരച്ച, നമ്മുടെ കോഡിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ADയും BDയും സെയിം ആണ്. ആണല്ലോ. അപ്പോ ഐ ക്യാൻ സേ ദാറ്റ് AD ഈസ് ഈക്വൽ ടു BD. അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റും ദാ ഈ ആംഗിൾ ഏതാണ്? AOD ആൻഡ് BOD അവർ രണ്ടിനും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ആംഗിൾ AOD ഈസ് ഈക്വൽ ടു ആംഗിൾ BOD. ഇതിന്റെ രണ്ടിനൂടെ കോമൺ ആയിട്ടുള്ള റീസൺ ആണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. എന്താണ്? അപ്പോൾ ആ തിയറം അനുസരിച്ച് നമ്മൾ പറയുന്നത് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് വിൽ ബൈസെക്ട് ദ കോഡ്. അതുപോലെ കോഡിനെ മാത്രമല്ല ബൈസെക്ട് ചെയ്യുക, ആ സെൻട്രൽ ആംഗിളിനെയും ബൈസെക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. എന്താണ്? OP പെർപെൻഡിക്കുലർ ടു AB എന്നുള്ള രീതി എടുക്കുമ്പോൾ നമുക്ക് എന്താ ഇതേ റീസൺ കൊണ്ടാണ് നമ്മൾ എന്താ AD ഈസ് ഈക്വൽ ടു BD എന്നും ആംഗിൾ AOD ഈസ് ഈക്വൽ ടു ആംഗിൾ BOD എന്നും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ റീസൺ ആയിട്ട് എഴുതേണ്ടത് ഇത് തന്നെയാണ്. സിൻസ് OP ഈസ് പെർപെൻഡിക്കുലർ ടു AB. ഒന്നുകൂടെ സ്പെസിഫൈ വേണമെങ്കിൽ എഴുതാം. ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് വിൽ ബൈസെക്ട് ദ കോഡ് ആൻഡ് ഓൾസോ ബൈസെക്ട് ദി സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOD ഈസ് ഈക്വൽ ടു ആംഗിൾ BOD ഈസ് ഈക്വൽ ടു എനിക്ക് എത്രയെന്ന് പറയാം? 60 ഡിഗ്രി ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐ എം ഗോയിങ് ടു കൺസിഡർ ട്രയാങ്കിൾ AOD. ഈ AODക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ. ഓക്കെ, കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ AOD. ഇതില് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഇത് 60 ഡിഗ്രി ആണല്ലേ, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി. നിങ്ങൾക്ക് 60 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 30 ഡിഗ്രി ആണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ ഇവിടെ വരയ്ക്കാം. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ODB എടുക്കാം. ഓക്കെ, അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ODB എടുക്കുകയാണ്. നോക്കിക്കോളാം. ഓക്കെ, ODB. ഓക്കെ, ഒന്ന് നോക്കിയേ. ODB. ഇവിടെ നമുക്ക് എന്തുണ്ട്? ദിസ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, ദിസ് ഇസ് 60 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 30 ഡിഗ്രി ആൻഡ് ദിസ് സൈഡ് ഇസ് 12 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സൈഡുകൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താ?
12 centimeter ഉണ്ട്. We can use trigonometry there. ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് എന്താണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും. സോ ട്രിഗണോമെട്രിയുടെ എന്ത് ഉപയോഗിക്കാം, പ്രിൻസിപ്പിൾസ് നമുക്ക് എവിടെ ഉപയോഗിക്കാം, സർക്കിൾസിന്റെ അകത്ത് ട്രയാങ്കിൾസ് വരുമ്പോൾ ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾ എക്സാം സമയത്താണ് അങ്ങനെ കൂടുതലും ഉപയോഗിച്ച് വരിക. നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കുമ്പോൾ എന്താണ് ചിലപ്പോൾ ട്രിഗണോമെട്രി പഠിക്കാതെ ആയിരിക്കാം നമ്മൾ സർക്കിൾസ് പഠിക്കുന്നത്. അങ്ങനെയൊക്കെ ഓരോ ടീച്ചേഴ്സിന്റെ ഒരു പേസ് അനുസരിച്ചിട്ട് മാറിയും തിരിഞ്ഞു വരും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അറിയുന്ന കുട്ടികളുണ്ടായിരിക്കും, അറിയാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം ബിക്കോസ് ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആൻഡ് വി ആർ പ്രൊവൈഡഡ് വിത്ത് one of its sides. Then you can find the other two sides using trigonometric ratios there. Okay, so 90 degree and I'm choosing this. ഞാൻ കുറച്ച് ചെറിയ ആംഗിൾ അടിക്കാണ്, 30 ഡിഗ്രി ആംഗിൾ. ഓക്കെ, ഈ ആംഗിളിനെ സംബന്ധിച്ച് എനിക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സൈഡ് ബി ഡി അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. മെഷർമെന്റ് ഉള്ള സൈഡ് ഒ ബി അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓക്കെ, സോ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഗിവൻ ബൈ ദ ട്രിഗണോമെട്രിക് റേഷ്യോ cos. So cos 30 is equal to BD by OB. What is the value of cos 30? It is root 3 by 2. Root 3 by 2 is equal to BD. BD യുടെ വാല്യൂ നമുക്ക് അറിയില്ല. Okay, divided by OB. OB is 12. Okay, OB is equal to 12. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് BD is equal to 6 root 3 എന്നാണ്. Okay, BD യുടെ വാല്യൂ എത്ര കിട്ടി? 6 root 3. Yes, okay, BD is equal to 6 root 3 centimeter. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ട്രിഗണോമെട്രി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നോക്കാം, ഞാൻ എന്ത് ചെയ്യുന്നു, അതേ 30 ഡിഗ്രി ആംഗിളിനെ കൺസിഡർ ചെയ്യുന്നു. ആ 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ഇനി എനിക്ക് മെഷർമെന്റ് കണ്ടുപിടിക്കാനുള്ള സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ ഓഡിയും എനിക്ക് മെഷർമെന്റ് ഉള്ള സൈഡ് രണ്ടെണ്ണം ഉണ്ട്, ഇഷ്ടമുള്ളത് എടുക്കുക. ഓക്കെ, ഞാനിപ്പോ ഒ ബി തന്നെയാണ് എടുക്കുക, ഹൈപ്പോട്ടിന്യൂസ് തന്നെയാണ് എടുക്കുക. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഇസ് ഗിവൻ ബൈ ദ ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ there. So sin 30 is equal to OP by OB. So sin 30 is given by 1/2 in the trigonometric ratio table and OP is OP അല്ല, നമുക്ക് എന്താണ്, yes OD ആണ്, OD. Okay, OD is equal to എനിക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കുന്നത്, divided by OB. OB is equal to 12. Okay, so നമുക്കത് OP is equal to 6 എന്നാണ് കിട്ടുക, 6 സെന്റിമീറ്റർ. അപ്പോൾ 6 സെന്റിമീറ്റർ കിട്ടും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എന്താ, ഇവിടെയുള്ള ട്രയാങ്കിൾ AOB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഹാഫ് ഭാഗമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഏരിയയുടെ ഡബിൾ ആയിരിക്കും എന്നു പറയുന്നത് നമ്മുടെ AOB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം AD യും BD യും സെയിം ആണ് അല്ലെ. അപ്പൊ BD യുടെ വാല്യൂ നമുക്ക് 6 root 3 കിട്ടിയെങ്കിൽ AD യുടെ വാല്യൂ 6 root 3 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടലി അത് എത്രയുണ്ട്, 12 root 3 ഉണ്ട്. മനസ്സിലാക്കുക. ഓക്കെ, 12 root 3 ഉണ്ട്. ഇത് ഇത്ര AB എന്ന് പറയുന്നതിന്റെ ലെങ്ത് എത്ര കിട്ടി, 12 root 3. എങ്ങനെയാ കിട്ടിയത്, 6 root 3 ഉണ്ട് ഇത്രയും ഭാഗം. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു AD is equal to BD, കാരണം O എന്ന് പറയുന്ന ആൾ ഓയിൽ നിന്നും വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലർ ടു ദ കോഡ് ബൈസെക്ട് ചെയ്തതാണ് AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് അറ്റ് ദ പോയിന്റ് D. സോ AD is equal to BD. അപ്പോൾ 6 root 3 plus 6 root 3 is equal to 12 root 3 എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക, 12 root 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ബേസ് കിട്ടി ആൻഡ് പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് നമ്മുടെ കയ്യിൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കണ്ടുപിടിക്കാം, ഏരിയ എന്ന് പറയുന്നത് ഏത് രീതിയിൽ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB is equal to half into ബേസ് ആരാ, AB into നമ്മുടെ ബേസിലേക്കുള്ള ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ആരാണ്, OD. ഓക്കെ, സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ലൈക്ക് half into AB. യുടെ വാല്യൂ എത്രയാണ്, 12 root 3 into OD. യുടെ വാല്യൂ എത്രയാണ്, 6 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും ആൻഡ് 36 root 3 എന്ന് പറയുന്ന ഫോമിലാണ് കിട്ടുന്നത്, which is equal to 62.28. Okay, 62.28 centimeter square because it's the area. Okay, so you should express it in square units there. So 62.28 centimeter square. Yes, I can write like 62.28. Next is ഇവിടെ നമ്മളൊന്നും ആയില്ല. ഓക്കെ, സോ 120 ഡിവൈഡ് ബൈ 360 എന്ന് പറയുന്ന ഫോമിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഇങ്ങനെ കിട്ടും, 12 ഡിവൈഡഡ് ബൈ 360 ആൻഡ് 3 വരും അല്ലേ. ഓക്കെ, 12 ഡിവൈഡ് ബൈ 360. അപ്പോൾ 1/3 into പൈയുടെ വാല്യൂ is 22/7 into radius 12 into 12, that is 144 minus 62.28. Okay, so common ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗെറ്റ് 150.72 and minus 62.28 which is equal to 88
88.44. Okay, 88.44 centimeter square. So the area of the corresponding segment, okay, that is AB എന്ന് പറയുന്ന കോഡ് എന്താണ് സെൻട്രൽ സബ്ടെൻഡ് ചെയ്ത 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന ആ ഒരു എന്താണ് സെക്ടർ, ആ ഒരു സെക്ടർ അതിന്റെ അകത്ത് വരുന്ന സെഗ്മെന്റ് അതിന്റെ ഏരിയ എത്രയാണ് നമുക്ക് കിട്ടിയത് 88.44 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആ ഒരു മെത്തഡോളജി നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. എന്താ നമ്മൾ ഫസ്റ്റ് ചെയ്തത്, ആദ്യം നമ്മൾ തന്നിട്ടുള്ള സെഗ്മെന്റ് അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ആ സെഗ്മെന്റ് ഏത് സെക്ടറിന്റെ അകത്ത് വരുന്നതാണെന്നും അതിന്റെ അകത്ത് എല്ലാ പോർഷനിലും ഇത് വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ ട്രയാങ്കുലർ പോർഷൻ ഇല്ലായിരുന്നു, അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ദ കറസ്പോണ്ടിങ് ട്രയാങ്കിൾ എടുക്കുക. അതിനുശേഷം നോക്കുക സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ടോ, സെൻട്രൽ ആംഗിൾ ഉണ്ടോ, റേഡിയസ് ഓഫ് ദി സർക്കിൾ ഉണ്ടോ, ഇതെല്ലാം നോക്കുക. ആഫ്റ്റർ ദാറ്റ് നോക്കുക ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ക്രൈറ്റീരിയൻസ് നമ്മുടെ കയ്യിലുണ്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്രൈറ്റീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക. ആൻഡ് അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂസ് ഡിറൈവ് ചെയ്തെടുക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് യു വിൽ ഗെറ്റ് ദി ഏരിയ ഓഫ് ദി കറസ്പോണ്ടിങ് സെഗ്മെന്റ്.